ക്ലാസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെന്റൻസ് വഴിയും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിലും പലരുടെ മനസ്സിലും ഡൗട്ടായിട്ട് വരും. എന്താണല്ലേ? വേറെ ഒന്നല്ല, എനിക്കൊരു കമന്റ് വന്നതാണ് കേട്ടോ. ആ കമന്റിനുള്ള ക്ലാസ് ആണ്. ഓക്കെ, താങ്കളെ കൊണ്ട്, താങ്കൾക്ക് വേണ്ടി, അങ്ങനെ ഒരുപാട് വാക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ശരി, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ കേട്ടോ. നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഇപ്പൊ ആ, തും, തൂ, ഇത് മൂന്നും നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, തൂ എന്ന് പറഞ്ഞാൽ നീ, തും നിങ്ങൾ. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നവര് ആപ്പ് വെച്ച് സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷന് വേണ്ട. കാരണം നല്ല റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഈ തൂവും തുമ്മൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഇത്തിരി റെസ്പെക്ട് കുറഞ്ഞു പോവുകയല്ലേ. ആപ്പ് എന്ന് പറയുമ്പോൾ താങ്കൾ. ഓക്കെ, അപ്പൊ അത് വെച്ച് പറഞ്ഞ് സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ നമ്മളെക്കാളും മുതിർന്നവരോടായാലും ചെറിയവരോടായാലും ആപ്പ് വെച്ച് സംസാരിച്ച ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഓക്കെ, ശരി. ഇനി ഇപ്പൊ ആദ്യം തന്നെ താങ്കൾക്ക് എന്ന് പറയുമ്പോൾ ഈ ആപ്പിനോട് കൂടി ആ ഗ്രാമറിന്റെ ഒരു ചെറിയൊരു കഷ്ണം വരുന്നുണ്ട് അല്ലെ. എന്താണ്? ആപ്കോ. എന്നാൽ ഈ താങ്കൾക്ക് എന്ന് മാത്രമാണോ നമ്മൾ ആപ്കോ എന്ന് യൂസ് ചെയ്യുന്നത്? അല്ല. അപ്പൊ ഞാൻ സെന്റൻസ് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ആപ്കോ യെ ചാഹിയെ ക്യാ? താങ്കൾക്ക് ഇത് വേണമോ? ആപ്കോ യെ ചാഹിയെ ക്യാ? താങ്കൾക്ക് ഇത് വേണമോ? ഓക്കെ, അതുപോലെ തന്നെ मैं इसे आपको दे दूंगा, मैं इसे आपको दे दूंगा അല്ലെങ്കിൽ दे दूंगी. ഞാനിത് താങ്കൾക്ക് തരാം. മനസ്സിലായോ? मैं इसे आपको दे दूंगा. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ? ആപ്കോ, താങ്കൾക്ക് അല്ലെ. ഇനി താങ്കളെ എന്നാണെങ്കിലോ, താങ്കളെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഈ ആപ്കോ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആപ്കോ എന്നാണ്. എങ്ങനെയാന്ന് നോക്കാം. ഞാൻ താങ്കളെ വിളിക്കാം. मैं आपको बुलाऊंगी. ഫോൺ കരൂങ്കി എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് മേ ആപ്കോ ബുലാവൂങ്കി എന്ന് പറഞ്ഞാൽ താങ്കളെ എന്നായി, ഞാൻ താങ്കളെ വിളിക്കാം. അപ്പൊ നമ്മൾ അവിടെ എന്താ വെച്ചേ? ആപ്കോ അല്ലേ. അതുപോലെ തന്നെ താങ്കളോട് എന്ന് പറയുമ്പോൾ എന്താണ്? ആപ്കോ. മേ ആപ്കോ സബ് കുച്ച് ബതാഊംഗ അല്ലെങ്കിൽ ബതാഊംഗി. ഞാൻ താങ്കളോട് എല്ലാം പറയാം. ബതാഊംഗ അല്ലെങ്കിൽ എല്ലാം വിവരിച്ച് പറയുന്നു. ബതാഊംഗി പറയാം. മനസ്സിലായോ? ഓക്കെ, मैं आपको सब कुछ बताऊंगी എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താങ്കളോട് എല്ലാം പറയാം. അപ്പൊ ഇവിടെ താങ്കളോട് എന്ന് പറഞ്ഞപ്പോ എന്ത് ചോദിച്ചു? ആപ്കോ അല്ലേ. ഇനി അതുപോലെ തന്നെ ആപ്സെ. ഈ ആപ്സെ വെച്ചിട്ട് നമുക്ക് എന്താണ്? താങ്കളോട് എന്ന് പറയാം. മനസ്സിലായോ? ചില സിറ്റുവേഷനുകളിൽ നമ്മൾ ആപ്കോ എന്നല്ല ആപ്സെ എന്ന് വരുന്നുണ്ട് ഈ താങ്കളോട്. അതുപോലെ തന്നെ താങ്കളിൽ നിന്നും. അപ്പൊ ഇവിടെ ആപ്പിന്റെ കൂടെ ഒരു സേ ആണ് പറഞ്ഞത് അല്ലെ. ഇൽ നിന്നും എന്നുള്ള ഒരു അർത്ഥമാണ് ആ സേക്ക് അല്ലെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. വോ മേ ആപ്സെ ബാദ് മേ ലേ ലൂംഗാ. വോ മേ ആപ്സെ ബാദ് മേ ലേ ലൂംഗാ അല്ലെങ്കിൽ ലേ ലൂംഗി എന്ന് പറഞ്ഞ എന്താ? ഞാനത് താങ്കളിൽ നിന്നും പിന്നീട് വാങ്ങിക്കോളാം. ഓക്കെ, ബാദ് മേ ലേ ലൂംഗാ അല്ലെങ്കിൽ പിന്നീട് വാങ്ങും. അത്രയേ ഉള്ളൂ കേട്ടോ. ഫ്യൂച്ചർ ആണത്. ഞാനത് താങ്കളിൽ നിന്നും ബാദമേ പിന്നീട് ലേലൂങ്കി വാങ്ങാം കേട്ടോ. അപ്പൊ അവിടെ എന്താ പറഞ്ഞേ? ഇൽ നിന്നും അല്ലെ, താങ്കളിൽ നിന്നും. ഇനി താങ്കളോട് മേ ആപ്സെ ബാത് കർന ചാഹത്താ ഹൂം അല്ലെങ്കിൽ ചാഹത്തി ഹൂം. മേ ആപ്സെ ബാത് കർന ചാഹത്താ ഹൂം. ഞാൻ താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ എന്ത് വന്നു? ആപ്സെ എന്നാ പറഞ്ഞേ. താങ്കളോട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആപ്കോ. മേ ആപ്സെ ബാത് കർന ചാഹത്താ ഹൂം. ഇനി അതുപോലെ തന്നെ താങ്കളെ എന്നൊരർത്ഥം വരും. താങ്കളെ അതെങ്ങനെയാ നോക്കാം. മേ ആപ്സെ മിൽനാ ചാഹത്താ ഹൂം. മേ ആപ്സെ മിൽനാ ചാഹത്താ ഹൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. മേ ആപ്സെ മിൽനാ ചാഹത്താ ഹൂം. ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നു? കണ്ടുമുട്ടുക, മിൽന. ഓക്കെ, ഇപ്പൊ ഇത്രയും കഴിഞ്ഞ സെന്റൻസുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? പല സാഹചര്യങ്ങളിൽ പല സിറ്റുവേഷനിൽ ഈ ഒരു വാക്ക് തന്നെയാണ് എല്ലായിടത്തും കൊണ്ടുവയ്ക്കുന്നത് അല്ലെ. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലായോ? ഓക്കെ, ഇതിന്റെ അവസാനം ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അടുത്തതാണ് താങ്കളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ക. ഈ ആപ്ക യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ളത് പോലെയല്ല.
ആപ്ക, ആപ്കി, ആപ്കെ. ഇത് മൂന്നും ഒരേ അർത്ഥമാണ്, താങ്കളുടെ. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പല ക്ലാസ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു ക്ലാസ് ആയതുകൊണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ ആ സെന്റൻസ് ഈ ക, കെ, കി ഇത് വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് അടുത്ത ഈ സംഭവം വെക്കുന്നതിന്റെ അടുത്ത ആ വാക്ക്, ആ വേർഡ്, അത് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ബഹുവചനാണോ റെസ്പെക്ട് കൊടുക്കേണ്ടതാണോ എന്ന് നോക്കിയിട്ട് വെക്കുന്നതാ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇത് രാമിന്റെ കാറാണോ, രാമിന്റെ കാറാണോ നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പൊ കാർ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് കേട്ടോ. ഇപ്പൊ ഗാഡി സ്ത്രീലിംഗമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കണേ? യേ രാം കി ഗാഡി ഹേ ക്യാ, കാർ ഹേ ക്യാ? രാം കി, അവിടെ കീ വെച്ചു അല്ലെ, കായല്ല വെച്ച്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഡി ആ കാ കഴിഞ്ഞിട്ട് വരുന്നത് സ്ത്രീലിംഗം ആയതുകൊണ്ട് അത് കീ ആയി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് വീണയുടെ വീടാണോ, ഇത് വീണയുടെ വീടാണോ? യേ വീണ കാ ഗർ ഹേ ക്യാ, ഗർ പുല്ലിംഗ. യേ വീണ കാ ഗർ ഹേ ക്യാ. അപ്പൊ അവിടെ വീണ കഴിഞ്ഞിട്ട് കാ വെച്ചു. അതെന്തുകൊണ്ടാ? കാ കഴിഞ്ഞ് വരുന്നത് ഗർ ആണ്. അപ്പൊ ഗർ നോക്കിയിട്ടാണ് നമ്മൾ ഈ കാ വെച്ചത്. മനസ്സിലായോ? ഇനി യേ ആപ്കെ ബच्चे ഹേ ക്യാ, യേ ആപ്കെ ബच्चे ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താങ്കളുടെ കുട്ടികളാണോ? മനസ്സിലായോ? അവിടെ കുട്ടികളാണ്. കുട്ടികൾ എന്താണ്? ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് അല്ലെ. ഓക്കെ, കുട്ടികൾ എന്ന് പറയുന്നത് ബഹുവചനാണ്. അതുകൊണ്ട് നമ്മൾ ആപ്കായോ ആക്കിയോ അല്ല വെച്ച് ആപ്കെയാണ് വെച്ചത്. മനസ്സിലായോ? ഇനി വരുന്നത് എന്താണ്? റെസ്പെക്റ്റ് ആണ്. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, നമ്മുടെ പപ്പയോ അമ്മയോ ആർക്കോ റെസ്പെക്റ്റ് കൊടുത്ത ആരെയാണോ സംസാരിക്കുന്നത് അതിന് മുമ്പിൽ നമ്മൾ എന്ത് തന്നെ വെക്കും? കെ തന്നെ വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ആപ്കെ പിതാ ഹേ ക്യാ, ആപ്കെ ആപ്കെ പിതാ, പിതാ പപ്പ റെസ്പെക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കെ വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇതാണ് കേട്ടോ. അപ്പൊ താങ്കളുടെ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ആപ്ക, ആപ്കി, ആപ്കെ, താങ്കളുടെ. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇനി എന്താണ്? താങ്കൾക്ക് വേണ്ടി. താങ്കൾക്ക് വേണ്ടി എന്ന് പറയുമ്പോ എന്താ? കേലിയെ അല്ലെ, വേണ്ടി. ആപ്കെ ലിയെ. ഇപ്പൊ ഞാൻ പറയണേ, ഇത് താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. യേ मैंने इसे आपके लिए बनाया है, मैंने इसे അല്ലെങ്കിൽ मैंने ये आपके लिए बनाया है. ഞാനിത് താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ आपके लिए. ഇനി आपके द्वारा, आपके द्वारा ഇവിടെ മലയാള അർത്ഥം വരുന്നത് താങ്കളെ കൊണ്ട്, താങ്കളാൽ, താങ്കളിലൂടെ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. മലയാള അർത്ഥം ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിലൊന്നും കൺഫ്യൂഷൻ ആവണ്ട. ഇതിനെല്ലാം ഒറ്റ മീനിങ് ഇത്രയേ ഉള്ളൂ, ആപ്കെ ദ്വാര എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹിന്ദിക്കാരുടെ ഏരിയയിലൊക്കെ സംസാരിക്കാൻ ഫോൺ ചെയ്യുമ്പോൾ പറയും, ആപ്കെ ദ്വാര ഡയൽ കിയ നമ്പർ അഭി വ്യസ്ത് ഹൈ, ആപ്കെ ദ്വാര ഡയൽ കിയ നമ്പർ അഭി വ്യസ്ത് ഹൈ. എന്താണ്? താങ്കൾ ഇപ്പോൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ തിരക്കിലാണ് അല്ലെ. അഭി വ്യസ്ത്, വ്യസ്ത് എന്ന് പറഞ്ഞാൽ തിരക്ക് കേട്ടോ, ബിസി. आपके द्वारा डायल किया नंबर अभी व्यस्त है. ഇപ്പൊ മലയാളത്തില് താങ്കളെ കൊണ്ട്, താങ്കളാൽ, താങ്കളിലൂടെ എന്നൊക്കെയുള്ള അർത്ഥത്തില് അത് വരാം. ഓക്കെ, സംഭവം എത്ര ഉള്ളൂ, നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പൊ ബിസിയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് താങ്കളെ കുറിച്ച്. താങ്കളെ കുറിച്ച് ആപ്കെ ബാരേ മേ, ആപ്കെ ബാരേ മേ. ഇപ്പൊ നമ്മൾ പറയാണല്ലോ, ആരെങ്കിലും കാണുമ്പോ താങ്കളെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹം അഭി आपके बारे में बात कर रहे थे, रहे थे നമ്മൾ രണ്ടുപേരാണല്ലോ സംസാരിക്കുന്നത്, അതിന്റെ പേരിലാണ് കേട്ടോ. അല്ലെങ്കിൽ രഹാത്ത ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ബാത്ത് ചെയ്യില്ലല്ലോ അല്ലെ. ശരി, ഓക്കെ. ഹം അഭി ആപ്കെ ബാരേ മേ ബാത് കർ രഹേ തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ താങ്കളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതാണ് ആപ്കെ ബാരേ മേ. പിന്നെന്താ? ആപ്കെ സാത്ത്. ഞാനിതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, ആദ്യം തന്നെയായിരുന്നു നിങ്ങളുടെ ഡൗട്ട്സ് അല്ല അല്ലെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാ. ആപ്കെ സാത്ത് എന്ന് പറഞ്ഞാ താങ്കളുടെ കൂടെ. ആപ്കെ സാത്ത് കോൺ താ, താങ്കളുടെ കൂടെ ആരായിരുന്നു? ആപ്കെ സാത്ത് കോൺ താ. മനസ്സിലാവുന്നുണ്ടോ? താങ്കളുടെ കൂടെ ആരായിരുന്നു. അതുപോലെ തന്നെ ആപ്കെ പാസ്. ആപ്കെ പാസ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ അടുത്ത്, താങ്കളുടെ കയ്യിൽ എന്നുള്ള അർത്ഥത്തിൽ. ഹാത്തമേ എന്നല്ല, ആപ്കെ പാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടുത്ത് എന്നുള്ള അർത്ഥമുണ്ട്. താങ്കളുടെ അടുത്ത്. आपके पास क्या है? താങ്കളുടെ അടുത്ത് എന്താണ്? आपके पास क्या है? താങ്കളുടെ കയ്യിൽ എന്താണ്? आपके पास
ക്യാ ഹെ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് എന്താ പറയുക, ഈ ആക്കോ വെക്കുന്നു അല്ലെങ്കിൽ ആക്ക വെക്കുന്നു ആക്കി വെക്കുന്നു എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ഡൗട്ട്സ് അല്ലെ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിപ്പോ ഒരു ഭാഷ സംസാരിക്കാൻ പഠിക്കുക അല്ലെ. കുറെ പേർക്ക് ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന് വലിയ പ്രൊഫഷണൽ ആയിട്ട് ഒന്നും കാണണ്ട, വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം. കാരണം ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഈ ആക്കോ, താങ്കൾക്ക്, താങ്കളുടെ, താങ്കളെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. നിങ്ങൾ കിട്ടുന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, മുന്നിൽ ഒരാളോട് നിങ്ങൾക്ക് ചോദിക്കണം, എന്തെന്ന്, ഇത് നിങ്ങൾക്ക് വേണോ, ഇത് നിങ്ങൾക്ക് വേണോ, എന്താ ചോദിക്കണ്ടേ? അപ്പോ ചനിയൊക്കെയാണ് എന്ന് ചോദിക്കണം. പക്ഷെ നമുക്ക് ആപ്പ് അറിയാം, പോ അറിയില്ല. പേടിക്കണ്ട, നമ്മൾ ഇത്രയും ചോദിച്ചാൽ മതി. അപ്പ് ചായേ, ചിലപ്പോ ക്യാ പോലും പറയാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പ് ചായേ എന്ന് ചോദിക്കുമ്പോ തന്നെ കേൾക്കുന്ന വ്യക്തി മനസ്സിലാവുന്നത് നിങ്ങൾ ചോദിച്ചത് ഇത് വേണോന്നാണ്. ഓക്കെ, അത്രയും ഗഡ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റൊരു ദിവസം ആ വ്യക്തി നിങ്ങളോട് ചോദിക്കും അപ്പോ ചായേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ആ വാക്ക് ഒരിക്കലും മറക്കില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് ഹിന്ദി പഠിച്ചു വരിക. ഹിന്ദി എന്നല്ല ഏതൊരു ഭാഷ ഇങ്ങനെ പഠിച്ചു വരിക. ഇതില് നിങ്ങൾ ഗ്രാമർ എല്ലാം പഠിച്ചിട്ടേ സംസാരിക്കുന്നു വിചാരിക്കുന്നത് വെറും മണ്ടത്തര. ഓക്കെ, ട്രൈ ചെയ്യാൻ. എക്സാമ്പിൾ ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.